ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു നഗേറ്റ്സ് പോലെയുള്ള ഒരു ഐറ്റമാണ്. എനിക്കിത് ഐഡിയ തന്നത് എൻ്റെ മകളുടെ ഹസ്ബൻഡ്, അതായത് ജേക്കബാണ്, ഞങ്ങളുടെ മൂത്ത മകനാണ് ഐഡിയ തന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിയിൽ മിൻസ് ചെയ്തെടുക്കണം, എന്നിട്ട് മസാലകളൊക്കെ തയ്യാറാക്കി വെക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഗരം മസാലപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇട്ടിരിക്കുന്നത് മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ കുരുമുളക് പൊടിയും വേണം, കോൺഫ്ലവറും വേണം. കോൺഫ്ലവറാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത്, 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന്, പിന്നെ ഒരു മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത പൊടിയിലേക്ക് തന്നെ കുറച്ചും കൂടി അരിപ്പൊടി ഇടണം. അപ്പോഴാണ് അത് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ സോസ് ഇവിടെ കൂട്ടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സോസും കൂടിയും ഒഴിക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന്. പിന്നെ ഉപ്പും കൂടി കൂട്ടിച്ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത ചിക്കനും ഈ മസാലകളെല്ലാം കൂടിയിട്ട് അവസാനമായിട്ട് ഉപ്പും എല്ലാം കൂടിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഞാൻ അധികം നേരമൊന്നും വെക്കണില്ല. മിക്സ് ചെയ്തത് എണ്ണ ചൂടാവുമ്പോൾ അതിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പായിട്ട് ഞാൻ ഇവിടെ കനം കുറച്ചിട്ട് പരത്തിയെടുത്തിരിക്കുകയാണ്. അതിലേക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്ത മീറ്റാണ് ഇത് ശരിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് വറുത്തെടുത്താൽ മതി. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരാണത് പാകമായിട്ടുണ്ട്. അതുപോലെ പുതിയത് ഇട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ നഗേറ്റ്സ്, ചായക്കൊപ്പമുള്ള ചിക്കൻ നഗേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഈ നഗേറ്റ്സ് നമ്മുടെ സോസിൻ്റെ കൂടിയും അതുപോലെ തന്നെ മയോണൈസിൻ്റെ കൂടിയും വളരെ ടേസ്റ്റി ആയിരിക്കും.